നമസ്കാരം. ധനു സ്പീച്ച് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 62/2026 പ്യൂൺ, വാച്ച്മാൻ, ലാസ്റ്റ് തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ സയൻസ് ചോദ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഇനി വരുന്ന പരീക്ഷകൾക്കും ഏറെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ബി, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു. സി, ഇലാസ്റ്റികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തി. ഡി, ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത്. ആൻസർ ഓപ്ഷൻ ബി, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. നമുക്കറിയാം, ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു എന്ന ശരി പ്രസ്താവനയാണ്. ഇലാസ്റ്റികതയുള്ളതും കട്ടിയുള്ളതും ഭിത്തിയാണ് ധമനിക്കുള്ളത്. അതുപോലെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഇനി ധമനി എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. ശുദ്ധരക്തം വഹിക്കുന്ന ധമനിയാണ് കുഴൽ. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനി എന്ന് പറയുന്നത്. അതുപോലെ അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണെന്ത്? സിരകളെന്ന് പറയുക. അപ്പോൾ ശുദ്ധരക്തം വഹിക്കുന്നവ ധമനികളും അശുദ്ധരക്തം വഹിക്കുന്നവ സിരകളുമാണ്, അല്ലേ? അപ്പോൾ മറ്റൊരു പോയിൻ്റ് എന്താണ്? ഇനി ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിരയാണ്. അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ്? ശ്വാസകോശ ധമനിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വഹിക്കുന്നവയാണ് ധമനികളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വേറൊരെണ്ണം ലോമിക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോമിക എന്താണ്? വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേരാണെന്ത്? ലോമിക. വളരെ നേർത്ത സിരകളെയും ധമനികളെയും പറയുന്ന പേരാണ് ലോമിക എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നത് ധമനിയാണെങ്കിൽ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന ആരാണ്? സിരകളാണ്. ഓക്കെ, ലോമിക എന്താണ്? നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് ലോമിക എന്ന്. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, വിറ്റമിൻ. ഓപ്ഷൻ സി, വിറ്റമിൻ ഡി ആണ് ആൻസർ. റിക്കറ്റ്സിന് കാരണമാകുന്ന വിറ്റമിൻ്റെ പേരാണ് വിറ്റമിൻ ഡി. റിക്കറ്റ്സിൻ്റെ മറ്റൊരു പേരെന്താണ്? കണ എന്ന രോഗം. റിക്കറ്റ്സിൻ്റെ മറ്റൊരു പേരെന്താണ്? കണ എന്ന രോഗം, അല്ലേ? അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവുണ്ടാകുന്ന അസുഖം എന്താണ്? നിശാന്തതയാണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരാണ് നിശാന്തത. വിറ്റമിൻ ബി ആകുമ്പോൾ ഇത് വരും. B1 മുഖേന ബെറിബെറി ഉണ്ടാകുന്നു. B1ൻ്റെ അഭാവത്തിൽ ബെറിബെറി ഉണ്ടാകുന്നു. വിറ്റമിൻ സിയുടെ അഭാവത്തിലുണ്ടെന്ന അസുഖം ഏതാണ്? സ്കർവി. ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. വിറ്റമിൻ എയുടെ കുറവ് മൂലം നിശാന്തത ഉണ്ടാകുന്നു. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്സ് എന്ന അസുഖം ഉണ്ടാകുന്നു, അല്ലെ കണ രോഗമുണ്ടാകുന്നു. വിറ്റമിൻ ബിയുടെ കുറവ് മൂലം, B1ൻ്റെ കുറവ് മൂലം ബെറിബെറി ഉണ്ടാകുന്നു. വിറ്റമിൻ സിയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, DDT പോലെയുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? പുസ്തകത്തിൻ്റെ പേരാണ് നിശബ്ദ വസന്തം. ഓപ്ഷൻ സി, നിശബ്ദ വസന്തം. ഓപ്ഷൻ സി, നിശബ്ദ വസന്തം. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ തിനകളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ്? തിനകളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ടർ ഖാദർ വാലിയാണ് തിനകളുടെ പിതാവ്. നെക്സ്റ്റ് ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 59. കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്?
ആൻസർ ബ്രസീലാണ്. കൊക്കൈൻ ആസക്തി ചികിത്സിക്കാനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ബ്രസീൽ. നെക്സ്റ്റ് വൺ, ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതെല്ലാം? ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണും ന്യൂട്രോണുമാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരാറ്റത്തിന് 3 കണങ്ങളുണ്ട്. ഒരാറ്റത്തിന് 3 കണങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ്. ഒരാറ്റത്തിന് 3 കണമുണ്ട്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ന്യൂട്രോണിന് ചാർജില്ല, നോ ചാർജ്. ഓക്കെ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ്. പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജില്ല, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ്. ഇനി പ്രോട്ടോണും ന്യൂട്രോണുമാണെന്ത്? ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. നടുക്ക് കാണുന്നു. അപ്പോൾ അതിനെ ചുറ്റി ഒരു നിശ്ചിത പാതയിലുള്ള കാണപ്പെടുന്നതാണ് ആര്? ഇലക്ട്രോൺ എന്ന് പറയുന്നത്. നടുക്ക് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നു. അതിനെ ചുറ്റി ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത പാതയിൽ കാണപ്പെടുന്നതാണെന്ത്? ഇലക്ട്രോൺ എന്ന് പറയുന്ന നെഗറ്റീവ് കാരൻ. ഓക്കെ. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ 3 കണമുണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ടെന്ന് പഠിച്ചു വയ്ക്കും. നെക്സ്റ്റ് ചോദ്യം. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? പ്രകാശവേഗത കൂടുതലുള്ള മാധ്യമമാണ് ശൂന്യത. ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും അധികം വേഗതയുള്ളത്. പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? 3×10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. 3×10⁸ മീറ്റർ പെർ സെക്കൻഡാണ് പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് പ്രകാശവേഗത കുറവ് കാണിക്കുന്ന മാധ്യമം ഏതാണ്? വജ്രമാണ്. പ്രകാശത്തിൻ്റെ വേഗത കുറവ് കാണിക്കുന്നിവിടെയാണ് വജ്രത്തിലാണ്. പ്രകാശവേഗത കുറവ് കാണിക്കുന്നിവിടെയാണ് വജ്രത്തിലാണ്. നെക്സ്റ്റ് ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഇവിടെ ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: ദൂരം, സ്ഥാനാന്തരം, സമയം, മാസ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ഥാനാന്തരം. ഓപ്ഷൻ ബി, സ്ഥാനാന്തരം. നെക്സ്റ്റ്, അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ആൻസർ അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഓക്കെ, അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. അപ്പോൾ കലാമിൻ എന്ന് പറയുമ്പോഴത് സിങ്കിൻ്റെ അയിരാണ്. സിങ്കിൻ്റെ അയിരാണ്. ഹേമറ്റൈറ്റ് എന്ന് പറയുമ്പോൾ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഏതാണ്? ഇരുമ്പ്, അയണിൻ്റെ അയിരാണ്. ഇരുമ്പ് അല്ലെങ്കിൽ അയണിൻ്റെ അയിരാണ്. കുപ്രൈറ്റോ കോപ്പറിൻ്റെ അയിരാണ്. ഓക്കെ, അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്, കലാമിൻ സിങ്കിൻ്റെ ആണ്. ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെയാണ്, അല്ലെങ്കിൽ Fe എന്ന് പറയാം. കുപ്രൈറ്റ് അത് കോപ്പറിൻ്റെയാണ്. നെക്സ്റ്റ് ചോദ്യം. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ആൻസർ ഏതാണ്? ഹൈഡ്രജനാണ്. ഉയർന്ന കലോറിയ മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഉയർന്ന കലോറിയ മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത് എപ്പോഴും എവിടെയാണ്? റോക്കറ്റുകളിലാണ് ഇന്ധനമായി ഉപയോഗിക്കുക. റോക്കറ്റുകളിലാണ് ഇന്ധനമായി ഉപയോഗിക്കുക. അതുപോലെ ഹൈഡ്രജൻ്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? 1 ഹൈഡ്രജൻ്റെ അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ എന്ന പേര് കൊടുത്തത് ആരാണ്? ലാവോസിയെ ആണ് ഹൈഡ്രജൻ എന്ന പേര് കൊടുത്തത്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവും ഹൈഡ്രജൻ തന്നെയാണ്. ഇവിടെ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ആരാണ്? ഹൈഡ്രജൻ തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. അത് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. റോക്കറ്റുകളിലാണ് സാധാരണ ഉപയോഗിച്ചു വരുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഡെങ്കിപ്പനി പരത്തുന്നത്
താഴെ പറയുന്നവയിൽ ഏതാണ്? വായുവിലൂടെ, വെള്ളത്തിലൂടെ, കൊതുക്, ഈച്ച എന്നിവയാണ്. ഡെങ്കിപ്പനി പരത്തുന്ന ആരാണ് ശരിക്കും? ഡെങ്കിപ്പനി. കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുക. കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, കൊതുകാണ്. ഏത് തരം കൊതുകാണ് പരത്തുക? ഏത് തരം കൊതുകാണ്? ഈഡീസ് ഈജിപ്റ്റി ആണ്. ഈഡീസ് ഈജിപ്റ്റി. ഇനി അടുത്തത് അത് വേണേൽ ചോദിക്കാം. ഈഡീസ് ഈജിപ്റ്റി ആണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകിൻ്റെ പേര്. ഈഡീസ് ഈജിപ്റ്റി ആണ്. ഡെങ്കി മഞ്ഞപ്പനിയുമൊക്കെ ഈഡീസ് ഈജിപ്റ്റി ആണ് അല്ലേ. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്, കുറേയുണ്ട്. നമുക്കറിയാവുന്ന ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ഇൻഫ്ലുവൻസ, സാർസ് രോഗങ്ങൾ, മുണ്ടുനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമയൊക്കെ വായുവിലൂടെ പകരുന്നതാണ്. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വെള്ളത്തിലൂടെ പകരുന്നത് ജലം, അത് പ്രധാനമായിട്ടും കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോ മൈലൈറ്റിസ് ഇവയെല്ലാം ജലത്തിലൂടെ. ഈച്ച വഴി പകരുന്ന രോഗം ഏതാണ്? ചോദിക്കാം. ഈച്ച വഴി പ്രധാനമായിട്ടും പറയാം, അതാണ് കോളറ. ഈച്ചയാണ് പ്രധാനമായിട്ടും അത് കൊണ്ടുപോകുക. അടുത്തത് സിക്ക വൈറസ്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് കൊതുകുകളാണ് സിക്ക വൈറസ് പരത്തുക. അപ്പോൾ ഈഡിസ് കൊതുകുകളാണ് സിക്ക വൈറസ് പരത്തുന്ന ജീവികൾ. ഇവിടെ ഇന്ത്യയിൽ ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിക്കപ്പെട്ടത് എവിടെയാണ്? അഹമ്മദാബാദ്, ഗുജറാത്തിലാണ് അല്ലേ. ഈ സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി എന്ന് പറയും. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം, മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ അങ്ങനെ വരുന്നില്ല. അനാഫിലിസ് കൊതുകാണ് പ്രൂഷനിൽ കിടക്കുക. അനാഫിലിസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്ന കൊതുക്. അനാഫിലിസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്ന കൊതുക്. മലേറിയ അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? മലമ്പനി എന്നും പറയാറുണ്ട്. മലമ്പനിയും മലേറിയ ചോദിച്ചാലും ഒന്ന് തന്നെയാണ് അർത്ഥം. മലേറിയ പരത്തുന്ന കൊതുകാണ് അനാഫിലിസ് പെൺകൊതുകുകൾ. എന്നാൽ രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയമാണ്. രോഗാണുവാണ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന പ്രോട്ടോസോവ. മലേറിയ പരത്തുന്ന രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട്, പ്ലാസ്മോഡിയം മലേറിയ ഉണ്ട്, പ്ലാസ്മോഡിയം ഫാൽസിപ്പേറും ഉണ്ട്. ഓക്കെ, അപ്പോൾ മലേറിയ ഉണ്ടാക്കുന്ന കൊതുക് ഏതാണ്? അനാഫിലിസ് പെൺകൊതുകുകൾ. അപ്പോൾ ഇത് മറ്റു പേരുണ്ട്, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നുണ്ട്, ചതുപ്പ് രോഗം എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതിന് കൊടുക്കുന്ന ഔഷധം എന്താണ്? ക്വിനൈനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈഡിസ് കൊതുകുകളെ പറ്റി പറയുന്നുണ്ട്. അനാഫിലിസ് കൊതുക്, ക്യൂലെക്സ് കൊതുക് എന്തിനു കാരണമാകുന്നു? ക്യൂലെക്സ് കൊതുകുകൾ എന്തിനു കാരണമാകുന്നതാണ്? ക്യൂലെക്സ് കൊതുകുകൾ അല്ലേ. മന്ത് രോഗം ഉണ്ടാക്കുന്നതാണ് ക്യൂലെക്സ് കൊതുക്. അതും പെൺകൊതുകാണ്. ക്യൂലെക്സ് പെൺകൊതുകാണ് മന്ത് രോഗം. മന്ത് രോഗം ഉണ്ടാക്കുന്നതാണ് ക്യൂലെക്സ് പെൺകൊതുക്. ഈഡിസിൻ്റെ പറഞ്ഞപ്പോൾ ഡെങ്കി, മഞ്ഞയൊക്കെ ഈഡിസ് കൊതുകുകളാണ്. ഓക്കെ, ദെൻ മണലീച്ച, പ്രധാനപ്പെട്ടൊരു ചോദ്യം അല്ലേ, റെയറായി വന്നത്. മണലീച്ച എന്താണ് ശരിക്കും? അതായത് സാൻഡ് ഫ്ലൈ, മണലീച്ച കാല അസാർ എന്ന രോഗത്തിന് കാരണമാകുന്നു. കാല അസാർ എന്ന രോഗത്തിന് കാരണമാകുന്ന ഷഡ്പദമാണെന്ത്? ഈ സാൻഡ് ഫ്ലൈ അല്ലെങ്കിൽ മണൽ ഈച്ച. മണൽ ഈച്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മലേറിയയുടെ രോഗമാണ് പ്ലാസ്മോഡിയം. ക്യൂലെക്സ് പെൺകൊതുക് ഉണ്ടാക്കുന്ന കൊതുക് മന്ത് അല്ലേ, ക്യൂലെക്സ് മന്ത് ഓർത്ത് വെക്കുക. അനാഫിലിസ് പെൺകൊതുക് എന്ന് പറയുമ്പോൾ അത് മലേറിയയുടെ കൊതുകാണ്. അപ്പോൾ ഇവിടെ മണലീച്ച എന്താണ്? കാല അസർ എന്ന് പറയുന്ന അസുഖമുണ്ടാക്കുന്നു. നെക്സ്റ്റ് ചോദ്യം, അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചിക്കൻ പോക്സ് അല്ലേ, ചിക്കൻ പോക്സ്. നെക്സ്റ്റ്, കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ജീവിതശൈലി രോഗം ഏതാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് നമുക്കുള്ള ആൻസർ. മുകളിൽ പറഞ്ഞവ എല്ലാ രോഗവും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന നിമിത്തം പക്ഷാഘാതം, ഹൃദയാഘാതം, ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കൊഴുപ്പിൻ്റെ ഒരു ഘടകം ശരിക്കും എന്താണ്? ഫാറ്റി ആസിഡ് അല്ലേ. കൊഴുപ്പിൻ്റെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡാണ് കൊഴുപ്പ്. ഫാറ്റി ആസിഡ് എന്ന് പറയാം. ഫാറ്റി ആസിഡാണ് കൊഴുപ്പെന്ന് പറയാം. ഫാറ്റി ആസിഡാണ് കൊഴുപ്പ് അല്ലേ. കൊഴുപ്പിൽ കാർബണും ഓക്സിജനും ഒക്കെ, നൈട്രജൻ മാത്രം ഇല്ലാത്തൊരു സാധനമല്ലേ കൊഴുപ്പാണ്. അപ്പോൾ ഇവിടെ കൊഴുപ്പ് അടിയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ മറ്റു അസുഖം അല്ലേ, ഹൃദ്രോഗം, അതുപോലെ പ്രമേഹവും ഹൃദയാഘാതവും ഉണ്ടാകാം. ഇതിൻ്റെ കൂടെ പ്രമേഹവും കൂടി പഠിക്കാം. പ്രമേഹവും കൊഴുപ്പടിയുന്ന മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. മറ്റൊന്നാണ് ഹൈപ്പർ കൊളസ്ട്രീമിയ. ഹൈപ്പർ കൊളസ്ട്രീമിയാണ് മറ്റൊരു അസുഖം. ഓക്കെ, അപ്പോൾ കൊഴുപ്പടിഞ്ഞു ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം, പ്രമേഹം, ഹൈപ്പർ കൊളസ്ട്രീമിയ. ഇതെല്ലാം കൊഴുപ്പിൻ്റെ ഉണ്ടാകുന്നതാണ്. മറ്റെന്താണ്? പൊണ്ണത്തടി. അതും പോഷകാധിക്യത്താൽ ഉണ്ടാകുന്ന അസുഖമാണ് പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ചോദ്യവും ബന്ധപ്പെട്ടതാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? ജീവിതശൈലി കാരണം ഏതാണ്? ഉയർന്ന രക്തസമ്മർദ്ദം. ആൻസർ അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സർക്കാർ ആശുപത്രികളിൽ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതായിരുന്നു? ജനസൗഹൃദമാക്കാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആർദ്രം മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനി. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. ഭിന്നശേഷിക്കുള്ള കുട്ടികൾക്ക് സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ഭിന്നശേഷി. അത് ഏതാണത്? അനുയാത്ര. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? അമിതമായ ഉപ്പ് കഴിക്കുക ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് ചോദ്യം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, UAE. എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിൻ അത് UAE ബന്ധപ്പെട്ട് വന്നാണെന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് ഒരു ചോദ്യം. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെപ്പറഞ്ഞ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമായത്? ആൻസർ നിങ്ങൾക്കറിയാം. ആൻസർ എന്താണ്? നെഗ്ലേറിയ ഫൗലേറി. ഇത് മുൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. നെഗ്ലേറിയ ഫൗലേറിയാണ് ആൻസർ. നെഗ്ലേറിയ ഫൗലേറി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബയുടെ പേരാണ് നെഗ്ലേറിയ ഫൗലേറി. അമീബ എന്ന് പറയുമ്പോൾ ഒരു ഏകകോശ സെൽ ജീവിയാണ്, അല്ലെ, ഒരു കോശമുള്ള സെൽ ജീവിയാണ്. അതിനെന്താ സെൽ, അതിൻ്റെ കപടപാദങ്ങൾ, അതായത് ഇങ്ങോട്ട് വേണമെങ്കിൽ ഇതിന് പോകാം, ഏത് ഭാഗം വേണമെങ്കിൽ അതിന് സഞ്ചരിക്കാൻ അവയവമായിട്ട് എടുക്കാം. കപടപാദങ്ങൾ. ഇപ്പോൾ ഇങ്ങോട്ട് പോകണം, ഫുഡ് ഇവിടെ കിടക്കുക, ഇങ്ങോട്ട് പോകണം, എൻ്റെ ഈ ഭാഗം ഇങ്ങനെ വളഞ്ഞ് പോകും, അല്ലേ, ഇവിടെയാണ് ഈ ഭാഗത്തോട്ട് വളഞ്ഞതിന് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ കപടപാദങ്ങളാണ്, ഫോൾസ് പാദം, ഇല്ലേ, കപടപാദമാണ് അമീബയുടെ സഞ്ചാര അവയവം എന്ന് പറയുക. കപടപാദം ആണ് പറയാം. അമീബ ഏകകോശജീവിയാണ്, കപടപാദമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ അടുത്തൊരെണ്ണമാണ് എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്ക. എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്ക ഇത് മനുഷ്യൻ്റെ വൻകുടലിലാണ് താമസിക്കുക. മനുഷ്യരിൽ വൻകുടലിൽ താമസിക്കുന്ന ഒരു പരാദജീവിയായി, പരാദ പ്രൊട്ടോസോവയായി ജീവിക്കുന്ന അമീബയാണ് എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്ക. ഹിസ്റ്റോളജി ഓർത്താൽ മതി. മനുഷ്യൻ്റെ വൻകുടലിൽ താമസിക്കുന്ന പരാദ പ്രൊട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്ക. ഈ എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്ക മനുഷ്യരുണ്ടാക്കുന്ന രോഗത്തിൻ്റെ പേരെന്താണ്? അമീബിയാസിസ്. നോക്കി വയ്ക്കുക, അമീബിയാസിസ്. 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 എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്ക മനുഷ്യരുടെ കുടലിൽ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന അസുഖത്തിൻ്റെ പേരാണ് അമീബിയാസിസ്. ഇതൊരു മോണോജൻ, ഒറ്റ
മോണോജെനറ്റിക് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടെങ്കിൽ ഒരാൾ മനുഷ്യൻ മാത്രമേ അവർക്കുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഈ മനുഷ്യരുടെ കുടലിനുള്ളിലെ ശ്ലേഷ്മസ്തരമാണ്, മനസ്സിലായോ, കുടലിനകത്തുള്ള ശ്ലേഷ്മസ്തരം അല്ലെ, മ്യൂക്കസ്, വഴുവഴുപ്പ് പോലുള്ള സാധനം, ആ ശ്ലേഷ്മസ്തരമാണ് ഈ എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്കയുടെ ഭക്ഷണം എന്ന് പറയുക. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ കുടലിൽ കൂടുന്ന വ്രണങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് പറയുക, അതിനകത്ത് പോട്ടീസ് വഴി ധാരാളം ഈ മലവും അതുപോലെ എന്താ പറയുക ബ്ലഡും ചലവുമൊക്കെ പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അമീബിയാസ് ബാധിച്ച ഒരു രോഗിയുടെ വിസർജ്യത്തിൽ എന്ത് കൂടുതൽ കാണപ്പെടുന്നുണ്ട്, രക്തവും ശ്ലേഷ്മവും കൂടുതൽ കാണപ്പെടും. കാരണം കുടലിനുള്ളിലെ ശ്ലേഷ്മസ്തരമാണ് എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്കയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയാം. അപ്പോൾ അമീബിയാസിസ് എന്താണ്, ഈ എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്കയുടെ ഉണ്ടാക്കുന്ന അസുഖമാണ് അമീബിയാസിസ്. അത് മനുഷ്യരുടെ വൻകുടലിലാണ് താമസിക്കുക, മനുഷ്യരിലാണ് അസുഖം ഉണ്ടാക്കുക. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു, അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലേ. അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്ന അമീബിയുടെ പേര് നെഗ്ലേറിയ ഫൗലോറി എന്നാണ്. നെക്സ്റ്റ് ചോദ്യം, 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഏതു മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ആൻസർ റെസ്പി ഫ്രഷ് TR മരുന്ന്. റെസ്പി ഫ്രഷ് TR മരുന്ന്. അതെങ്ങനെ ഓർക്കാം ചോദിച്ചാൽ, ചുമ അല്ലെ, റെസ്പിറേറ്ററി, ശ്വാസകോശം ബന്ധപ്പെട്ടതാണ്, റെസ്പിറേഷനാണ് അല്ലേ, ശ്വാസകോശം റെസ്പിറേറ്ററിയാണ്. അപ്പോൾ റെസ്പി ഫ്രഷ് ആകുന്ന TR മരുന്ന്, അതാണ് നിരോധിച്ച മരുന്നിൻ്റെ പേര് റെസ്പി ഫ്രഷ് TR മരുന്ന്. ചുമ ശ്വാസകോശ ബന്ധമുള്ളതാണ്, അപ്പം എന്താണ് പറയുക, റെസ്പിറേഷൻ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി ഫ്രഷ് അല്ലേ, റെസ്പി ഫ്രഷ് TR മരുന്ന്, ചുമയ്ക്ക് നിരോധിച്ച മരുന്നാണ്. റെസ്പി ഫ്രഷ് TR മരുന്ന് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫാക്ട്സുകൾ. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.